ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്മച്ചിയുടെ പ്രേതാനുഭവങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇനിയും പാർട്ട് വേണം എന്ന്. എല്ലാ അനുഭവം ഉണ്ട് അമ്മച്ചിയെ? ഇനി അനുഭവങ്ങൾ എനിക്കില്ലേ, പക്ഷെ ഉണ്ടായ ഒരു പറഞ്ഞ കഥ പറഞ്ഞുതരാം. അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ അമ്മച്ചി ഇന്ന് കേട്ട കഥകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹൊറർ സ്റ്റോറി പാർട്ട് 2 ആണ്. ഹൊറർ സ്റ്റോറി പാർട്ട് 2. ഹായ്. അപ്പൊ ഇനി നമുക്ക് അമ്മച്ചിയുടെ അടുത്ത അനുഭവങ്ങളിലേക്ക്. അമ്മച്ചിയുടെ അല്ല, വേറെ പറഞ്ഞു കേട്ട അനുഭവങ്ങൾ. അപ്പൊ ഈ കഥ നടക്കുന്നത് ഞാൻ പറഞ്ഞ അതേ തറവാട്ടിലാണ് കേട്ടാ. എന്നുവെച്ചാൽ അമ്മച്ചിയുടെ തറവാട് അതാണ് തറവാട്. അതായത് ആമൂസിന്റെ അവിടെയാണ് എൻ്റെ തറവാട്. ആ മെയിൻ റോഡിൽ തന്നെ. അപ്പം ഞങ്ങളുടെ അമ്മാമ്മ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾ മരിച്ചിട്ട് 35 വർഷമൊക്കെ ആയി കാണും, അപ്പൻ്റെ അമ്മ കേട്ടോ. അപ്പം ഞങ്ങൾ രാത്രിയാവുമ്പോൾ പ്രാർത്ഥനയെക്കാട്ടിലും മുന്നേ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോൾ അമ്മാമ്മയ്ക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് പറയണത്. അന്ന് ഞങ്ങൾക്ക് ചെറിയ ചെറിയ പിള്ളേരുകളാണ്. അമ്മാമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കും. അപ്പോൾ പറയേണ്ടത് എന്തിട്ടാന്ന് വെച്ചാൽ, അന്ന് എല്ലാവർക്കും ചാണം ഇതുപോലെ സിമെൻറ്റ് തറ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ചാണം കൊണ്ടുവന്നിട്ട് വേണം തറ തേച്ച് വൃത്തിയാക്കാൻ. അപ്പോൾ അമ്പലപ്പറമ്പിൽ കുറേ പശുക്കളെ അഴിച്ചുവിട്ട് തീറ്റിക്കുമല്ലോ. അപ്പോൾ ആ പറമ്പ് നിറച്ച് ചാണകം. അപ്പോൾ എല്ലാവരും പുലർച്ചെ പോയി ചാണം പറക്കാൻ പോകും. ചാണം പറക്കി അവരാർക്ക് ആവശ്യത്തിനുള്ളത് ചാണം എടുക്കുകയും ചെയ്യും. ബാക്കിയുള്ളത് അവരാരെ കൃഷികളുണ്ടല്ലോ അതിനിടാനും അത് ഉപയോഗിക്കും. അന്ന് കാലത്ത് ഒരു കൊട്ടയുണ്ട്. അപ്പം അവരെ കൂട്ടുകാരികളെല്ലാവരും പറയും നമുക്ക് പുലർച്ചയ്ക്ക് പോയിട്ട് ചാണം പറക്കാൻ പോവാന്ന് പറയും. അപ്പം അങ്ങനെ അവർ ചാണത്തിന് വേണ്ടി ഒരു 5 പെണ്ണുങ്ങൾ കൂടി പോവാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ പുലർച്ചയ്ക്ക് പോണേന്ന് വെച്ചാൽ, എല്ലാവരും ആ ഭാഗത്ത് എല്ലാവർക്കും ചാണം തേക്കണ തറകളാണ്. അപ്പോൾ അന്നൊന്നും ഈ സിമെൻറ്റ് തറകളൊന്നും വന്നിട്ടില്ല എന്നാ പറയണത്. അപ്പോൾ ഇവർ ചെല്ലുമ്പോഴേക്കും മറ്റുള്ള വേറെ പെണ്ണുങ്ങളുണ്ടാവും. ഇവർ നേരം വെളുത്തു എന്ന് വിചാരിച്ചിട്ട് ഇവർ പോവാണ്. സമയം നോക്കണില്ല. അന്ന് ടൈം പീസാണോ ഇത്രയും വട്ടത്തിലുള്ള ഇതില്ലേ, അങ്ങനത്തെ ഇതുകളാണ്. അപ്പോൾ ഇവർ സമയമൊന്നും നോക്കിയില്ല. നോക്കുമ്പോൾ നല്ല നിലാവാണ് ആ സമയത്ത്. അപ്പോൾ ഇവർ വിചാരിച്ചു പുലർച്ചെയായി എന്ന് വെച്ചിട്ട് എല്ലാവരും ഇപ്പം അമ്മാമ്മ അറിഞ്ഞെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ വിളിച്ചു. അങ്ങനെ വിളിച്ച് ഈ 5 പേര് ഒരുമിച്ചാണ് പോവാറ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഓരോ കൊട്ടയും കയ്യിൽ പിടിച്ച് പോയി പറമ്പിയെ കൂടെ തന്നെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്താം. അങ്ങനെ ചെല്ലുമ്പോൾ ഇവർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുക. അപ്പോൾ അവിടെ അടുത്ത് തന്നെ അമ്പലത്തിൻ്റെ കുളമുണ്ട്. കുളത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് കിടക്കുക ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാലെടുത്ത് വയ്ക്കാൻ വേണ്ടി അമ്പലനടയിൽ ഒരു വലിയ ആലുണ്ടല്ലോ, ആ ആലിൻ്റെ അവിടെ കുറേ പെണ്ണുങ്ങൾ നിന്ന് ഡാൻസ് കളിക്കില്ലേ. പാട്ടും കാര്യങ്ങളൊന്നും ഇല്ല, അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ. അപ്പോൾ ഇവർ ദൈവമേ, അമ്പലത്തിൽ എന്തുട്ടാ പരിപാടി നടക്കുന്നുണ്ട്, അവിടെ ഡാൻസ് കളിക്കണ്ടല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചു. അപ്പം എന്തായാലും അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ വെച്ച കാലെ പിന്നിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവരെല്ലാവരും ആ ഡാൻസ് കളിയാൻ കാത്തിരുന്ന് ഇവരെ ഡാൻസ് കഴിയണില്ല. അതിലൊരു പെണ്ണ് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തൊരു ഭംഗിയാന്നാ പറയണേ. ഒക്കെ തൻ്റെ മുടി നല്ല മാതിരി ഇങ്ങനെ കാലിൻ്റെ മുട്ടിന് താഴേക്ക് ഇറങ്ങിയവരും നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങൾ. അപ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കണ്ടില്ലേ. കണ്ട വഴിക്ക് അതിൻ്റെ വായയിൽ നിന്ന് ഈ പല്ലില്ലേ, ആ പല്ലിങ്ങനെ പുറത്തേക്ക് വന്ന വഴിക്ക് ഇവര് ഓടടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഓടി. ചിലവർ വീണു. അങ്ങനെ ഓടി ഇവർ പോന്നു. സമയം എന്നിട്ട് വീട്ടിലേക്ക് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോന്നിട്ട് ഈ പല്ല് വരലും എല്ലാവരും പെട്ടെന്ന് മാഞ്ഞു പോയി. പിന്നെ ഒറ്റ ആളില്ല അന്ന് അമ്പലപ്പറമ്പിൽ. വേഗൂട്ടി അതിലൊരു പെണ്ണ് വീണു എന്ന് പറയുന്നുണ്ട്. അതിനെയൊക്കെ വലിച്ച് ഓടി വന്ന് വീട്ടിലേക്ക് എത്തിയിട്ട് ഇവര് സമയം നോക്കുമ്പോൾ മണി 12:45. ആ സമയമായിട്ടുള്ളോ.
വീട്ടിൽ വന്ന വഴിക്ക് അപ്പാപ്പൻ ചീത്ത പറഞ്ഞു ഇതെന്ത് വിചാരിച്ചിട്ടാ നിങ്ങൾ പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് സമയം അപ്പോഴാണ് സമയം നോക്കടി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ ഇത്ര സമയമായിട്ടുള്ളൂ. യക്ഷികളായിരിക്കാം, അങ്ങനത്തെ ഡാൻസ് ആയിരിക്കും. മഴ പെയ്യും. അപ്പൊ അങ്ങനെ ഒരു കാര്യം അമ്മാമ്മ പറഞ്ഞു തന്നുണ്ട്. അങ്ങനെ അമ്പലത്തിന്റെ അവിടെ പാലി ഉണ്ടാവും, ആൽത്തറി ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഉണ്ടാവുന്ന പറയണത് രാത്രി ആവുമ്പോ എന്താന്ന് വെച്ചാ നിശബ്ദതയല്ലേ, അവർക്ക് വരാനും കളിക്കാനും ഉള്ള സ്ഥലങ്ങളായിരിക്കാം. അപ്പൊ 10-35 കൊല്ലായി ഈ കക്ഷി മരിച്ചിട്ട്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലുണ്ട്. അങ്ങനെ അപ്പന്റെ അമ്മ, എന്റെ അപ്പന്റെ അമ്മ കൊറേ പറഞ്ഞു. എല്ലാം ഒരു കഥകളായിരിക്കാം, പറയാൻ പറ്റില്ല. നല്ല മഴ, പക്ഷേ നല്ല അത്ര മഴയില്ല ഗൈസ്. കഴിഞ്ഞ വർഷം നല്ല മഴയായിരുന്നു ഈ സമയത്ത്. ഈ വർഷം മഴ കുറവാ. ഇനി ഇതുപോലെ ഒരു കഥയും കൂടി. ഇനി ഞാൻ പറയാൻ പോണത് ഈ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. ഞാൻ അനുഭവിച്ചറിഞ്ഞ കഥകളല്ല കേട്ടാ. അപ്പം ഞാൻ പറയാം. നമ്മുടെ തൃശ്ശൂർ ഇപ്പം അടുത്തുണ്ടായ ഒരു കഥയാണ് കേട്ടോ. സ്ഥലവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. ഇനിയിപ്പോൾ അതറിഞ്ഞിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രണ്ട് കൂട്ടുകാർ കൂടിയിട്ട് സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് 12 ആയിണ്ടാവൂല്ലേ, 9:30 തുടങ്ങണ പടമല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ ബൈക്കുമ്മ വരുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ അരികത്തു കൂടി വേണം, അമ്പലത്തിൻ്റെ മതിലും ഗേറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൂടെയുള്ള വഴിയെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ ഇതെന്താണാവോന്ന് ഏറ്റാദ്യം ഒരു കൂട്ടുകാരൻ ചോദിക്കും, എന്താ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പെണ്ണിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഇതെന്താണാവോന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം അവർ ആലോചിച്ച് നിന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ കടക്കണ്ടേ എന്ന് ആലോചിച്ച് നിന്നു. അവസാനം അവർ വിചാരിച്ചു ഞങ്ങൾ 2 പേരും ഉണ്ടല്ലോ. അമ്പലത്തിൻ്റെ ഗേറ്റ് കടന്ന് അവർ വന്ന് ഈ കരയണത് എവിടെയാന്ന് അന്വേഷിച്ചിട്ട് വേണമല്ലോ. അപ്പോൾ ഇവർ കരയണത് നോക്കി നടന്ന് അമ്പലത്തിൻ്റെ ബാക്കിലത്തെ എത്തിയപ്പോൾ ഇവർ പറഞ്ഞ മാതിരി തന്നെ ഒരു പെണ്ണ് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇവരെ പെണ്ണിൻ്റെ ബാക്ക് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഈ പെണ്ണിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. എന്തിനാ കരയണേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവർ. അപ്പോൾ ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണാവോ അങ്ങനെ തിരിഞ്ഞു നോക്കാത്തതെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വരുത്തേക്ക് അത്ര അടുത്ത് എത്തിയിട്ടില്ല. വീണ്ടും അവർ ചോദിക്കുമ്പോൾ ഈ പെണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് ഇതായിട്ടുള്ള മുഖവും ഇതൊക്കെ കണ്ട വഴിക്ക് ഇവരോടി പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോഴേക്കും ബാക്കിലുണ്ടായിരുന്ന ചെക്കൻ നിലത്ത് വീണു. ഈ മുന്നിൽ പോണ ആള് എന്നാ കൂട്ടുകാരൻ നിലത്ത് വീണ് കെടുക്കുകയാണെന്ന് നോക്കില്ല. അവ ഓടി രക്ഷപ്പെട്ട് ഇവൻ പോയി വീട്ടിൽ ചെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ആൾക്കാരെയും കൂട്ടി വന്നു. അന്ന് നോക്കുമ്പോൾ ഈ ചെക്കൻ്റെ മുഖത്തും മേലൊക്കെ ഇങ്ങനെ മാന്തിയ പാടുകൾ. എന്നിട്ട് ഇവര് അതിനെടുത്ത് പോയി ജീവനുണ്ട്, പക്ഷെ ഓർമ്മയില്ല ആൾക്ക്. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവര് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒന്നും നമുക്കറിയില്ല എന്താ അതിൻ്റെ സത്യസ്ഥിതി. അത് നമ്മൾക്ക് അന്വേഷിച്ച് പോകാനും നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നിട്ട് നേരിട്ട് വീട്ടിൽ വരും. ഇത്രയുള്ളൂ ഗൈസ് നമ്മുടെ കഥകൾ. ഇനി നിങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ചധികം സ്റ്റോറികളുണ്ട്. സ്റ്റോറികളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറയാം. പിന്നെ ഈ വീഡിയോ ഇടുമ്പോൾ കുറെ പേര് നെഗറ്റീവ് കമന്റ് ഇടും. കുഴപ്പമില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, എന്നിട്ട് പ്രേത കഥകളൊക്കെ ഇട്ട് പിള്ളേരെ പേടിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കുറേ റീൽ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അവർക്ക് ഇഷ്ടമാണ് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്, പ്രേത കഥകൾ കേൾക്കാൻ.
അപ്പോ ഇനിയും ഇടും ഗൈസ് നമ്മൾ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ വരുന്നത് വരേക്കും ടാറ്റാ.